ടി.എൻ. പ്രതാപൻ അടക്കമുള്ള നേതാക്കൾ കെ മുരളീധരനൊപ്പമുണ്ട് റോഡ് ഷോയിൽ. വലിയ രീതിയിലുള്ള പ്രചരണമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. സ്ഥാനാർത്ഥിയായതിനു ശേഷം തൃശ്ശൂര് വരവേൽക്കുകയാണ് കെ മുരളീധരനെ. ഒപ്പം ടി.എൻ. പ്രതാപൻ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം ചേർത്ത് പിടിച്ച് ചുംബിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയെ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് ടി.എൻ. പ്രതാപനും വരവേറ്റത്. ജേസൺ ചാമോളപ്പിലുണ്ട് വിശദാംശങ്ങളുമായി. ജേസൺ, റോഡ് ഷോയ്ക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി തന്നെ പ്രചാരണത്തിനും തുടക്കം കുറിച്ചു എന്ന് തന്നെ പറയാം. മറ്റ് പരിപാടികൾ എന്തൊക്കെയാണ് ഇന്ന് മണ്ഡലത്തിൽ? മുരളീധരന്റെ പേരിലുള്ള പൂങ്കുന്നത്തെ കെ കരുണാകരന്റെ വസതിയിലേക്ക് അദ്ദേഹം എത്തും. അവിടെയാണ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം ഉള്ളത്. അവിടെ കെ കരുണാകരന്റെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നി കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തീരുമാനിച്ചില്ല. നാളെയാണ് വിപുലമായ രീതിയിൽ റോഡ് ഷോ, ഇതുപോലെ തന്നെ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും കെ മുരളീധരനെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലോ തൃശ്ശൂരിലോ കേരളത്തിലോ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കെ മുരളീധരനെ എത്തിക്കുന്നത്. പത്മജ വേണുഗോപാൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതോടുകൂടി അത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണത്തെ തടയുക എന്ന ലക്ഷ്യം കൂടി തൃശ്ശൂരിൽ കെ മുരളീധരനെ ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ LDF-ന്റെയും BJP-യുടെയും ശക്തരായ സ്ഥാനാർത്ഥികൾ BJP-യുടെ വലിയ വിജയ സാധ്യത കാണുന്ന ഒരു മണ്ഡലം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും എതിർപ്പുകളും നേരിട്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരനെ പോലെ ഏറ്റവും ശക്തനായ ഒരാളെ സംസ്ഥാനത്ത് തന്നെ BJP-യെ നേരിടാൻ, RSS നേതൃത്വത്തെ നേരിടാൻ തിരഞ്ഞെടുപ്പ് മേഖലകളിൽ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ഫൈറ്റിംഗ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് ഇറക്കുന്നു. ഇതിലൂടെ കോൺഗ്രസ് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നേമത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കെ മുരളീധരനെ ഇറക്കിക്കൊണ്ട് BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ തൃശ്ശൂരിലുള്ള BJP-യുടെ സ്വപ്നങ്ങൾ തല്ലി തകർക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കെ മുരളീധരനെ തൃശ്ശൂരിൽ ഇറക്കിയതിലൂടെ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ ആവേശമാണ് പ്രവർത്തകർക്കുള്ളത്. കെ മുരളീധരൻ എത്തിയതോടുകൂടി വലിയ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതീക്ഷയായിരിക്കുന്നു. വിജയപ്രതീക്ഷ വർദ്ധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ നേതാക്കൾ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി UDF-ന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും നേതൃത്വത്തെ തിരഞ്ഞെടുപ്പിന് നേരിടാൻ കഴിയുന്ന പാകത്തിലേക്ക് മാറ്റിയെടുക്കാൻ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച കെ മുരളീധരനല്ല
നൂറ്റാണ്ടുകൾക്ക് ശേഷം തൃശ്ശൂരിൽ എത്തിച്ചേരുന്നത്. ഏറ്റവും ശക്തനായ കെ കരുണാകരന്റെ പിന്തുണയില്ലാതെ സ്വന്തമായ ഒരു രാഷ്ട്രീയ ഇടം കണ്ടെത്തിയ കെ മുരളീധരൻ, അതുപോലെ തന്നെ കോൺഗ്രസിലെ അജയനായ ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി കെ മുരളീധരനെ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം BJP LDF നേതൃത്വങ്ങൾ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം വീണ്ടും വന്നതോടുകൂടി വലിയ ആശങ്കയിലായി എന്നാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നത്. പക്ഷേ ഏതായാലും കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരങ്ങളിലൊന്നായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം മാറുന്നതിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. അതോടൊപ്പം വലിയ കൂടിയാണ് ഇപ്പോൾ റോഡ് ഷോ ഇന്ന് കാണാൻ നിലവിലുള്ള ഈ സമീപ പ്രദേശങ്ങളിൽ സമീപ ചുവരുകളിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലെല്ലാം പതിഞ്ഞു കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് ചെലവഴിച്ച് പോസ്റ്ററുകൾ പതിച്ചു, ചുവരെഴുത്തുകൾ നടത്തി, പ്രവർത്തകർക്ക് വലിയ തോതിൽ പൈസ നൽകി, ബൂത്തുകളെ ബൂത്ത് തല യോഗങ്ങൾ വിളിച്ചു. അതിനെല്ലാം ശേഷം ഒരു രാത്രി കൊണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നയം മറിയുകയായിരുന്നു. മുരളീധരൻ എന്ന ഏറ്റവും കരുത്തനായ നേതാവിനെ തൃശ്ശൂരിലിറക്കി അർജുൻ കല്യാണുണ്ട്.